എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന കനകയുടെ തന്ത്രങ്ങളാണ്. കാരണം കനയ്ക്ക് മനസ്സിലായ ദേവേനയും നയനയും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. അങ്ങനെയാണെങ്കിൽ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ആ തന്ത്രങ്ങളൊക്കെ അങ്ങോട്ട് പൊളിച്ചെടുക്കണം. അവർ തമ്മിലുള്ള ആ ഒരു ഇഷ്ടത്തെ എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് കനക പഠിച്ച പണി 18 നോക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എത്ര നാൾ ഒളിച്ചു വെക്കാനായിട്ട് പറ്റും? അങ്ങനെ അധികകാലം ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലോ. അതിന് വേണ്ടിയിട്ട് കനക അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട്. രണ്ടും കൽപ്പിച്ചാണ് കനക പോകുന്നത്. അതിനുവേണ്ടി കനക ഒരു ഉപാധി കണ്ടെന്ന് വെച്ചാൽ നവ്യയുടെ 7ാം മാസ ചടങ്ങാണ്. 7ാം മാസ ചടങ്ങിന്റെ സമയത്ത് താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഇഷ്ടത്തെ എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിക്കാണ്ട് പറ്റും. ദേവേനയും നയനയും തമ്മിലുള്ള ഇനി അവർക്ക് ഒളിച്ചു കളിക്കാണ്ട് പറ്റില്ല. എന്തിനേറെ പറയുന്നു, സ്വന്തം അച്ഛന്റെ അമ്മയുടെ മുന്നിലെങ്കിലും നയന സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ ആഗ്രഹം കനകയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന നയനയും ദേവേനയും ഭയങ്കര തന്ത്രശാലികളാണ്. അവരാർക്കും പിടികൊടുക്കാതെ അങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുക. പിന്നീട് കനക അത് കള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടാണ്ട് ചെല്ലുവാണ്. അങ്ങനെ 7ാം മാസ ചടങ്ങിന്റെ ദിവസം എത്തി കഴിഞ്ഞപ്പോൾ നവ്യനെ രാവിലെ തന്നെ നയനും ഒരുക്കുവാണ്. അങ്ങനെ റെഡിയാക്കി സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല സെറ്റാക്കി നിർത്തുവാണ്. ആ സമയം മുത്തശ്ശി വന്നിട്ട് നവ്യയ്ക്ക് വേണ്ടിയിട്ട് ആഭരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെ, ഈ വീട്ടിലേക്ക് വരാൻ പോകുന്ന ആദ്യത്തെ അവകാശമല്ലേ, ഇത് മോൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ നവ്യ പറഞ്ഞു, വേണ്ട മുത്തശ്ശി എന്ന് പറയാം, എനിക്ക് ആവശ്യമുള്ള ആഭരണമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേ ഇത് മോൾക്കുള്ളതെന്നും പറഞ്ഞുകൊണ്ട് അണിയിക്കുവാണ്. ആ സമയത്ത് നവ്യയുടെ മനസ്സിലെ ടെൻഷൻ മറ്റൊന്നും ആയിരുന്നില്ല. തന്റെ ഭർത്താവും തന്റെ അമ്മായിമ്മയും തനിക്ക് ഇതുവരെയായിട്ട് ഒന്നും മേടിച്ചു തന്നിട്ടില്ല. സ്വർണ്ണമൊന്നും വേണ്ട, പക്ഷെ എന്തെങ്കിലും ഒരു ഡ്രസ്സെങ്കിലും എടുത്തരായിരുന്നു, അതുപോലും കൊടുത്തിട്ടില്ല. അതിൻ്റെതായ ഒരു വിഷമം നവ്യയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നവ്യ ഒന്നും പുറത്ത് കാണിച്ചില്ല. പിന്നീട് നയന പോയി റെഡിയായിട്ട് വരുമ്പോഴത്തേനും ദേവേനെ ഇങ്ങോട്ടേക്ക് വന്നു. നയനെ കണ്ടപ്പോൾ ദേവേനയ്ക്ക് സന്തോഷമായി. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് നയനെ. പിന്നീട് ദേവേന ഇത് പറയുകയും ചെയ്തു. ആ സമയം നയന പറഞ്ഞു, ഇതേ അമ്മ എടുത്തത് സാരി ഏതെന്ന് പറയണം. ദേവേന പറഞ്ഞു, എന്റെ സെലക്ഷൻ കൊള്ളാല്ലേ എന്ന് ചോദിക്കണം. അതെ, അമ്മയുടെ സെലക്ഷൻ നല്ല അത്യുഗ്രനായിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. പക്ഷെ അനാമിക അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ചടങ്ങ് വെക്കുമ്പോൾ വേറൊരു പ്രത്യേകത, നന്ദു എങ്ങാനും വന്നാലോ, അങ്ങനെ വന്നിട്ടുണ്ട് അനിയും നന്ദുവും തമ്മിൽ കാണും. അതൊരു കാരണവശാലും പാടില്ല. അനാമയ്ക്ക് അതായിരുന്നു ടെൻഷൻ. ഇനിയിപ്പോൾ അങ്ങനെയെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ താൻ വീട്ടിൽ നിന്ന് പുറത്താവും. കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തായാലും കുഴപ്പമില്ല, അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ളതെല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ ഇനിയിപ്പം ഇവിടെ നിന്നില്ലേലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനു മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടത്തില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് അനാമികയ്ക്ക് ആകെപ്പാടെ ഭ്രാന്തായിപ്പോയി. ഈ ചടങ്ങ് എങ്ങനെയാലും ഒന്ന് മുടങ്ങിയാൽ മതി എന്നൊക്കെ അനാമികയുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അനാമിക മനസ്സ് വിചാരിച്ചാലൊന്നും ചടങ്ങൊന്നും മുടങ്ങാനൊന്നും പോകുന്നില്ല. അങ്ങനെ ചടങ്ങിന്റെ സമയത്ത് അതിഗംഭീരമായിട്ട് ചടങ്ങിന്റെ കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അഭിയും ഭയങ്കര ക്യാമനായിട്ട് ഒരുങ്ങിയൊക്കെ വരുവാണ്. അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കനകയും ഗോന്തനും നന്ദു എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെല്ലാവരും കൂടെ കൂടിച്ചേർന്നാണ് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നയനയെ കനക മാറ്റി പിടിച്ചുകൊണ്ട് പോയി ചോദിക്കുന്നുണ്ട്, ദേവേന ഇപ്പം മോളോട് എങ്ങനെയാ, പഴയതുപോലെ തന്നെ ശത്രുതയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറഞ്ഞു, അതങ്ങനെ തന്നെ അമ്മേ, ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയണം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം പിന്നെ കനക പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്നാ പിന്നെ നീ മോളിനി ഇവിടെ നിൽക്കണ്ട, മോൾ എൻ്റെ കൂടെ അങ്ങോട്ട് പോരാൻ പറയണം. കരള് പകത്തു നൽകിയിട്ടും സ്വന്തം അമ്മായിമ്മയ്ക്ക് മരുമോളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. അത് കേട്ടുകഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, അത് പിന്നെ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ ഞാനാ കരള് പകത്ത് നൽകിയെന്ന്, അതുകൊണ്ടാന്ന് പറയാം. എന്നാലും ഇനിയിപ്പം നവ്യമോളും കൂടെ അങ്ങോട്ട് പോകുന്നില്ലേ, നീ ഇവിടെ തന്നെ നിൽക്കണ്ട, നീ എൻ്റെ കൂടെ പോരാൻ പറയണം. ഇത് കേട്ടപ്പം നയനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് ദേവേനെ അറിഞ്ഞു. എന്തേലും മറുത്ത് പറയാൻ പറ്റുമോ? കാരണം ഇവിടെ എന്തേലും താൻ പോവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ ഇവിടെ തീർന്നു. പിന്നീട് ദേവേനെ എന്നാലും ഒന്ന് പയറ്റി നോക്കി. അതെ, നയന് പോയിട്ടുണ്ടെങ്കിൽ ആദർശന് ഇഷ്ടപ്പെടില്ല, അവന് വിഷമാവും, പിന്നെ അത് മതി ഈ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാകാനായിട്ട് എന്നൊക്കെ പറഞ്ഞു നോക്കി കഴിയുമ്പോൾ ആദർശ് പറഞ്ഞു, അത് കുഴപ്പമില്ല, അവൾ പോയി അവളുടെ വീട്ടിൽ കുറച്ചു ദിവസം നിന്നോട്ടെ, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാം. ദേവേനിക്ക് പിന്നെ മറുത്തൊന്നും പറയാൻ പറ്റില്ല. ആകെപ്പാടൊരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ ആദർശായിരുന്നു. ആദർശിന്റെ പേരും പറഞ്ഞ് നയനെ ഇവിടെ പിടിച്ചു നിർത്താന്ന്, അനന്തപുരി പിടിച്ചു നിർത്താന്നുള്ള ആ ഒരു മോഹം ദേവേനിയുടെ അങ്ങോട്ട് തീരുവാണ്. അവസാനം ദേവേനിക്ക് ആകെപ്പാടെ വെപ്രാളമായി. നയനയ്ക്ക് അതിനേക്കാളും വലിയ വെപ്രാളം. അമ്മയൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോന്നെ. കനകയോടും ആരോടും സത്യം തുറന്നു പറയാനും പറ്റില്ല. അങ്ങനെ അവസാനം നയനെ കൂട്ടിക്കൊണ്ട് പോവാണ്. നവ്യയെ കൊണ്ടുപോയ കൂടെ നയനെയും കൊണ്ടുപോയി. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നയനെ ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ടാണ് ദേവേനെ നോക്കുന്നേ. പക്ഷേങ്കില് ജലജയ്ക്കും ജാനകിക്കും ഭയങ്കര സന്തോഷമായി. രണ്ടുപേരും ഒരുമിച്ചല്ലേ ഇറങ്ങണേ, നല്ലൊരു തീരുമാനമാണെന്ന് അവര് മനസ്സിൽ കരുതുവാണ്. ഇനിയിപ്പോ ശല്യങ്ങളില്ലല്ലോ,
കുഴപ്പമില്ല, അവള് പോയിട്ട് ഇങ്ങോട്ട് വരായിരുന്നാ മതിയായിരുന്നു ആ നയനയെന്ന് പറയുന്നോള്. മറ്റോള് പിന്നെ ഇനിയിപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞ് 3-5 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പൊ ആ ഒരു ശല്യം കുറെ നാളത്തേക്ക് കാണത്തില്ല. അതുപോലെ തന്നെ നയനെ ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ജലജയുടെ ജാനകിയുടെ മനസ്സിൽ. അനാമയ്ക്കും അതേ ചിന്ത തന്നെയായിരുന്നു. കാരണം ഇവളുമാർ ഇവിടെ ഉണ്ടെങ്കിലെല്ലാം നന്ദു ഇങ്ങോട്ട് കയറി വരത്തുള്ളൂ. പോവുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അത് മാത്രമല്ല, ഇവളുമാര് പോവുകയാണെങ്കിൽ പിന്നെ തന്റെ ലോകമാണ്, താനാണ് ഇവിടെ മരുമോളായിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്. അങ്ങനെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു അനാമികയുടെ മനസ്സിലും ഉണ്ടായിരുന്നേ. പക്ഷെ നയന പോയി കഴിഞ്ഞപ്പോൾ തന്നെ ദേവയാനിക്ക് ആ പടെ വിഷമായി. ദേവയാനിയുടെ വിഷമത്തിന്റെ കാര്യം ആദർശനോട്ട് മനസ്സിലായതുമില്ല. അമ്മയ്ക്ക് ഇത് എന്തു പറ്റിയെന്ന് പോലും ആദർശം ആലോചിച്ചു. ആകെപ്പാടെ വിഷമം. ദേവേനി ഫുഡ് നേരം വണ്ണം കഴിക്കുന്നില്ല, ടെൻഷനും കാര്യങ്ങളും. അവസാനം ദേവേനി നയനെ വിളിക്കണം. നയനെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണം ഉണ്ടാക്കി നീ ഇങ്ങോട്ട് വാ മോളെ എന്നൊക്കെ പറയണം. പക്ഷെ നയന പറഞ്ഞു അമ്മ ഇവിടുന്ന് വിടുന്നില്ല എന്നൊക്കെ പറയാം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം. പിന്നീട് അറ്റ കൈക്ക് കനകേനെ വിളിക്കണം. കനകേനെ വിളിച്ചിട്ട് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലല്ലേ പെൺകുട്ടികൾ നിൽക്കേണ്ട, അല്ലാതെ സ്വന്തം വീട്ടിൽ വന്നല്ലോ നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു അത് പിന്നെ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് വന്നിട്ട് എന്റെ മോളെ മരുമോളായിട്ട് അവിടെ ആരും അംഗീകരിച്ചിട്ടില്ല. ഈ പറയുന്ന ദേവേനി പോലും അംഗീകരിച്ചിട്ടില്ലോ. പിന്നെ ഞാനിതിനെ എന്റെ മോളെ അങ്ങോട്ടേക്ക് വിടുന്നേ. അതുകൊണ്ട് ഇനി എന്റെ മോൾ ഇവിടെ നിന്നോട്ടെ, ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് വിടുന്നില്ലെന്ന് പറയാം. അതുകൂടെ കേട്ടപ്പോ ദേവേനയുടെ സമനില തെറ്റി. ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയായിരുന്നു, അതും പോയി കിട്ടി. ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് ഓർത്തോണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് ദേവേനി പോവാണ്. ആ സമയം അബിക്ക് സന്തോഷം ഉണ്ടായിരുന്നു നബിയെ പോയതില്. പക്ഷെ അതിനേക്കാളും വലിയൊരു കുരിശ് അബിയുടെ തലയിലേക്ക് വന്ന് കയറിയത്. അനഘേനെ കാണാൻ പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അനഘ താമസിക്കുന്ന വീട്ടിലെ വാടക വീട്ടിലേക്ക് അബി ചെല്ലുവാണ്. അബി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അനഘ ഇറങ്ങി വന്നു. കൂടെ കുഞ്ഞും ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ആദ്യമായിട്ടാണ് അബി കാണുന്നത്. പക്ഷെ അബിയുടെ മനസ്സിലാണ് വല്ലാത്ത ടെൻഷനാ. താൻ ഇവിടെ എങ്ങാനും വന്ന് നിൽക്കുന്ന ആരെങ്കിലും കണ്ടുകൊണ്ട് അതോടുകൂടി തീർന്ന് മനസ്സിലായി. മാത്രമല്ല തൻ്റെ കുഞ്ഞതെന്ന് ആൾക്കാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയൊന്നും പറയാനുമില്ല. അതോടുകൂടി താൻ അനന്തപുരിയിൽ നിന്നും പുറത്തോ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷനായിരുന്നു അബിക്ക്. പിന്നീട് അനഘ പറഞ്ഞു എന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നൊക്കെ പറയാം. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പത്തിന് അബി മാക്സിമം പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അവളൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ആ വീടിന്റെ അവിടെ വന്ന് സമരം ഇരിക്കും, സത്യാഗ്രഹം ഇരിക്കും എന്നൊക്കെ പറയാം. പിന്നീട് അബി മാക്സിമം പറഞ്ഞു നോക്കി. പക്ഷെ അവൾ കേൾക്കാൻ കൂട്ടാക്കില്ല. എത്ര രൂപ വേണമെങ്കിലും തരാന്നൊക്കെ പറയണം. പക്ഷെ അവൾക്ക് അവളുടെ കുഞ്ഞിന്റെ അച്ഛനെ മാത്രം മതി. അവൾക്ക് പൈസയല്ല പ്രധാനം, കുഞ്ഞിന്റെ അച്ഛനെയാണ് അവൾക്ക് വേണ്ടത്. അവസാനം അബി ഒരു വിധത്തിൽ അവിടുന്ന് തലയൂരി പോരുകയാണ്. അങ്ങനെ പോന്നാലേ അബിക്കറിയാം എപ്പോഴും എപ്പോൾ വേണമെങ്കിലും അവൾ ഇങ്ങോട്ടേക്ക് കടന്നു വരാം. താൻ അവളെ അവോയ്ഡ് ചെയ്യുന്ന അനുസരിച്ച് അവൾ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അബിക്ക് മനസ്സിലായി. ആ സമയം ആദർശ് ഇടയ്ക്ക് നയനെ കാണാൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ദേവേനിക്ക് അങ്ങനെ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാ. ദേവേനി ചെന്നിട്ട് എന്ത് പറഞ്ഞു ചെല്ലും? നയനെ കാണാനെന്നും പറഞ്ഞ് ചെല്ലാൻ പറ്റില്ലോ, ശത്രുതയിലല്ലേ. ഈ ദേവേനയുടെ വെപ്രാളം വിഷമമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് മുത്തശ്ശി സംശയം തോന്നി, ഇനിയിപ്പോൾ നയനമോള് പോയതുകൊണ്ടാണോ ദേവേനിക്കൊരു വിഷമം ഉള്ളതെന്ന്. ആ സമയം ജലജയും ജാനിയൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ദേവേനോട് വന്നിട്ട് പറയുന്നുണ്ട് അവൾമാര് പോയല്ലോ, ഇനിയിപ്പോൾ ഏട്ടത്തേക്ക് സൗകര്യമായില്ലേ, ഇനിയിപ്പോൾ നമുക്കിവിടെ സന്തോഷമായിട്ട് കഴിയാലോ, വരാതിരുന്നാൽ മതി എന്നൊക്കെ പറയണം. പക്ഷെ ആ സമയം ദേവേനയുടെ നെഞ്ചു വിങ്ങിക്കൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് മോളെ കാണണം എന്നൊക്കെ ഓർത്തുണ്ട്. അവസാനം അറ്റ കൈ എന്നോണം ദേവേനെ എന്ത് ചെയ്യുവാണ്, നയനെ കൂട്ടാനായിട്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ പിടിച്ചിട്ട് കാര്യമില്ല, അവളെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശരിയാകത്തില്ല. ആദർശനോട് പറഞ്ഞിട്ടാണെങ്കിലോ ആദർശ് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഒരുങ്ങൊന്നും ഇല്ലായിരുന്നു. കാരണം കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ, അവളുടെ സ്വന്തം വീട്ടിലല്ലേ പോയി നിൽക്കുന്നേ. ഇനിയിപ്പം ഉടനെ എന്തിനും കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ദേവേനിക്ക് അത് പറ്റില്ല. ദേവേനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ട് വരണം. അങ്ങനെ ദേവേനി അവസാനം നയനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കനക ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതെ അവളെ അങ്ങോട്ടേക്ക് വിടുന്നില്ല എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ ദേവേനിക്ക് സങ്കടമായി. ദേവേനി പറഞ്ഞു അത് പിന്നെ വിടാതിരുന്നിട്ട് കാര്യമില്ല, അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ വന്നേന്ന് പറയണം. പിന്നീട് കനകയോട് ദേവേനി അങ്ങനെ സത്യങ്ങൾ തുറന്നു പറയാണ് കാര്യങ്ങളൊക്കെ. കാരണം ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എൻ്റെ മരുമകളായിട്ട് ഞാൻ അവളെ അംഗീകരിച്ചു കഴിഞ്ഞു. എനിക്ക് കരൾ താൻ നൽകിയത് അവളാന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് അവളെ സ്നേഹമാണ്, എനിക്ക് അവളോട് ഇഷ്ടമാണ്. അവളില്ലാതെ എനിക്ക് അനന്തപുരിയിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഉള്ള സത്യങ്ങൾ മനസ്സിലുള്ളതിൽ അങ്ങ് തുറന്നു പറയാം. അങ്ങനെ സത്യങ്ങളൊക്കെ പറഞ്ഞ് നയനെ അവസാനം അനന്തപുരിയിലേക്ക് ദേവേനെ എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ തുടങ്ങുവാണ്. ആ സമയം കനക ഒരു കാര്യം പറഞ്ഞു, കൂട്ടിക്കൊണ്ട് പോകുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ എങ്കിൽ അവിടെ ചെന്ന് എല്ലാവരുടെ മുന്നിൽ പരസ്യമായിട്ട് മോളെ മരുമകളായിട്ട് ദേവേനെ അംഗീകരിക്കണമെന്ന്. അവസാനം ദേവേനിക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അല്ലെങ്കിൽ നയനെ വിടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നയനയുടെ കൈയും പിടിച്ച ദേവേനെ അങ്ങോട്ടേക്ക് കടന്നു വരുവാണ്. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന നയനെ പരസ്യമായിട്ട് അനന്തപുരിയിൽ
ദേവേനെ അംഗീകരിക്കും, എന്റെ മരുമോളെ ഇവിടെ നിന്ന് പറഞ്ഞോട് ചേർത്ത് പിടിക്കും. അതെല്ലാം കണ്ട് അനാമികയ്ക്കൊക്കെ ഭ്രാന്തിളകി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ നടക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.